ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന നിർണായക ചർച്ച തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. നിതിൻ അംബുജൻ ശംഭുവിലെ അതിർത്തിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിതിൻ, ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളാകുന്നു. ഏതായാലും ഈ MSPയുടെ കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം തുടരും എന്നതാണ് കർഷക സംഘടനകളുടെ നിലപാട്. അതിലെന്തെങ്കിലും തരത്തിലൊരു ഉറപ്പ് കൊടുക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ ഇന്ന്? അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടോ പൊതുവെ? വിജയകുമാർ, കർഷക സംഘടനകൾ അല്പസമുമ്പ് വ്യക്തമാക്കിയത് ഇതിൽ കേന്ദ്ര സർക്കാർ മിനിമം താങ്ങുവില ഒരു നിയമപരമായ ഉറപ്പ് നൽകുന്നതുവരെ സമരം തുടരുമെന്നാണ്. ഏതെങ്കിലും ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര സർക്കാർ മുതിർന്നാൽ അതിനൊന്നും തന്നെ സമരം പിൻവലിക്കാൻ ഒരു കാരണമാകില്ല. സമരം തുടരും. നിയമപരമായ ഉറപ്പ് നൽകും വരെ ഈ സമരം തുടരും എന്ന കാര്യത്തിൽ തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 5 മണിക്ക് സമരം കർഷക സംഘടനകളുടെ ചർച്ച നിശ്ചയിച്ചെങ്കിലും വൈകിട്ട് 5 മണിക്കാണ് ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ 7 മണിയോടുകൂടി മാത്രമേ ചർച്ച ആരംഭിച്ചുള്ളൂ. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ MSPയിൽ നിയമപരമായ ഉറപ്പ് എന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൂടാതെ സ്വാമിനാഥൻ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ, കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, ആദ്യ കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരുടെ കേസുകൾ പിൻവലിക്കുക, അങ്ങനെ മറ്റു ചില ആവശ്യങ്ങളുമുണ്ട്. ഇത് 3ാമത്തെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ആദ്യത്തെ 2 ചർച്ചയിലും മറ്റ് കാര്യങ്ങൾ, അതായത് MSP ഒഴികെയുള്ള മറ്റു കാര്യങ്ങളിൽ ഒരു അനുകൂല സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് വ്യക്തമായെങ്കിൽ പോലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത് MSPയിലാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. അതിലൊരു തീരുമാനം ഉണ്ടാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നും കർഷകർ അതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശംഭുവിലെ സമരം സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് മറ്റു തരത്തിലുള്ള സംഘർഷമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുക എന്നതിനെയാണ് കർഷകർ ലക്ഷ്യം വെക്കുന്നത്. നാളെ ഭാരത് ബന്ദാണ്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഈ സമരത്തെ പരമാവധി ചർച്ചയിലൂടെ പരിഹരിച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ നമുക്കറിയാം, നേരത്തെ കർഷകർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഡൽഹി ചലോ മാർച്ച്, അത് ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും കർഷകരുടെ ഭാഗത്തു നടക്കും. ഇപ്പോൾ സിംഗു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ, പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1000-ലധികം ട്രാക്ടറുകളാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ ശംഭു അതിർത്തി കൂടാതെ സിംഗു ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ പോലീസ് എല്ലാം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രയിലും സമാനമായി തന്നെ കൂടുതൽ കർഷകർ ഹരിയാനയിലുള്ള വിവിധ മേഖലകളിലും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചർച്ച പരാജയപ്പെട്ടാൽ നാളെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. ഏതാണ്ട് ഹരിയാന, പാനിപ്പത്ത് ഉൾപ്പെടെയുള്ള ഹരിയാനയിലെ മറ്റ് കർഷക സംഘടനകളെല്ലാം തന്നെ സംയുക്തമായിട്ടാകും പിന്നീട് സിംഗുവിലേക്ക് കടക്കുക. അതിനുശേഷം ഡൽഹിയിലേക്ക് പോകാനാകും തീരുമാനിക്കുക. എന്തായാലും അതെല്ലാം തന്നെ ഇന്നത്തെ ചർച്ചയിലാകും തീരുമാനമുണ്ടാവുക. ഏതാണ്ട് ചർച്ച വൈകാതെ തന്നെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു. MSPയിൽ ഒരു തീരുമാനം ഉണ്ടാകും വരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ചർച്ച ആരംഭിച്ചിപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ കർഷക സംഘടനകളുടെ ഭാഗത്തും മറ്റു കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും MSP എന്ന കാര്യത്തിൽ മാത്രമാണ് ഏറ്റവും പ്രധാനമായും കർഷകർ ഉന്നയിക്കുന്ന ആവശ്യം. മറ്റ് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഒരു ഉറപ്പ് നൽകിയാൽ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോഴും MSPയിൽ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് സമരം തീർക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയൊന്നും തന്നെ വഴങ്ങുന്ന കാര്യമില്ല എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ അല്പസമുമ്പ് വ്യക്തമാക്കിയത്. MSPയുടെ കാര്യത്തിൽ അതിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറ്റാവശ്യങ്ങളൊക്കെ ആദ്യ ചർച്ചകളിൽ അനുകൂലമായി കേന്ദ്രം പ്രതികരിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡൽഹി ചലോ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, റെയിൽ ഗതാഗതം തടയും എന്നൊരു പുതിയ മുന്നറിയിപ്പ് കൂടി സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും പങ്കെടുക്കുന്നുണ്ട്. ചർച്ച ഏതാനും മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രധാനപ്പെട്ട തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.